ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ടല്ലേ, കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് നമുക്ക് മാത്തമാറ്റിക്സ് എളുപ്പമാക്കി എടുക്കുന്നതിലേക്കായിട്ടുള്ള ഒരു പുതിയൊരു സീരീസ്. അതിൻ്റെ ബേസിക് മാത്തമാറ്റിക്സ് നമുക്ക് ആദ്യം ബേസിക്സ് എന്തൊക്കെയാണ്, നമ്പേഴ്സ്, അതിൻ്റെ ഓപ്പറേഷൻസ്, ബോർഡ് മാസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കി തുടങ്ങുന്നത് എന്താണ്, നമ്പേഴ്സിനെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞു, ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് സംഖ്യകളുടെ വർഗീകരണത്തിൽ വരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് വൺ, പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ. അതായത് ഒരു സംഖ്യ, ഈ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, അഭാജ്യ സംഖ്യയുടെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്താൽ, നിർവചിച്ചാൽ നമുക്ക് പറയുന്നത് ഇറ്റ്സ് സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് എല്ലാ എണ്ണൽ സംഖ്യകൾ, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. പക്ഷേ 1 ഇൻക്ലൂഡഡ് അല്ല. 1 എന്ന് പറയുന്ന നമ്പർ ഈ പ്രൈം നമ്പേഴ്സിനകത്ത് വരില്ല കേട്ടോ. 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പേഴ്സിനകത്ത് വരില്ല. സോ 1 ഒഴികെയുള്ള എണ്ണൽ സംഖ്യകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അഭാജ്യ സംഖ്യയായിട്ട് നമ്മൾ, അഭാജ്യ സംഖ്യകൾ വരുന്നെങ്കിൽ 1 ഒഴികെയുള്ള എണ്ണൽ സംഖ്യകൾ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, അഭാജ്യ സംഖ്യകളിൽ 1 വരില്ല എന്നുള്ള കാര്യമാണ്. 1 ഒഴികെയുള്ള എണ്ണൽ സംഖ്യകളിലാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അഭാജ്യ സംഖ്യ ആയിരുന്നാലും നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഭാജ്യ സംഖ്യ, അതായത് കോമ്പോസിറ്റ് നമ്പർ ആയിരുന്നാലും 1 ഒഴികെയുള്ള എണ്ണൽ സംഖ്യകളാണ്. ഓക്കെ, അപ്പൊ എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ 1 മുതൽ തുടങ്ങുന്ന നമ്പേഴ്സ് ആണ് എന്ത്, എണ്ണൽ സംഖ്യകൾ. സോ 1 ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എണ്ണൽ സംഖ്യകൾ മാത്രമേ നമുക്ക് അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി അഭാജ്യ സംഖ്യയുടെ ശരിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അതിന്റെ ഒരു പൊതു സ്വഭാവം എന്താണ്, ആ സംഖ്യകളെ, അതായത് n ആണ് ആ ഒരു സംഖ്യയെങ്കിൽ അതിനെ അതേ സംഖ്യ കൊണ്ടോ 1 കൊണ്ടോ മാത്രമേ നമുക്ക് ഹരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പൂർണ്ണമായിട്ട് ഹരിച്ചു പോകണമെങ്കിൽ അതേ സംഖ്യ കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ 1 കൊണ്ട് ഹരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത. അപ്പൊ അങ്ങനത്തെ സംഖ്യകൾ നമുക്ക് തുടക്കത്തിൽ നിന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 1 ഒരു അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് 1 നോക്കണോ, 1 നോക്കണ്ട, 1 ഒരു പ്രൈം നമ്പർ അല്ല. സോ അതുകൊണ്ട് നമുക്ക് 2 നോക്കിയാലോ, 2 നോക്കിയാൽ 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1 കൊണ്ട് ഹരിക്കാം, അല്ലെ? ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് പോവോ, ഇല്ല. സോ ഫസ്റ്റ് പ്രൈം എന്താണ്, 2 ആണ് വരിക. അപ്പൊ അടുത്ത വരുന്ന പ്രൈം എന്തായിരിക്കും, 3 അല്ലെ? 3യെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 വരുമോ, 4 വരില്ല. കാരണം 4ന് നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഫാക്ടേഴ്സിന്റെ എണ്ണം കൂടിയില്ലേ, അതേ നമ്പറോ 1 കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ ഹരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കിവിടെ എന്താണ്, 4 വരില്ല. ബട്ട് 5 എടുത്താലോ, 5 വരും. 5നെ നമുക്ക് 5ഉം 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5നെ 5ഉം 1 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. 6 വരുമോ, ഇല്ല. 7 വരുമോ, വരും. അപ്പൊ ഇനി വരുന്ന സംഖ്യകൾ ഇതൊക്കെയാണ്. നിങ്ങൾ കോമൺ ആയിട്ട് നോക്കി അറിയാം, 7, 9 വരില്ല, 8 വരില്ല, 9 വരില്ല. കാരണം അതിന് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്, അല്ലെ, ഘടകങ്ങൾ ഒരുപാടുണ്ട്. അടുത്ത് വരുന്ന 11, 13, 17, 19, 23, ഇങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യകളാണിത് അഭാജ്യ സംഖ്യകൾ, അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതില് ഈവൻ നമ്പേഴ്സ് നോക്കൂ, 2ലാണ് തുടങ്ങുക. ഒരു ഈവൻ നമ്പറിൽ, ഒരു ഇരട്ട സംഖ്യയിലാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇരട്ട സംഖ്യ ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് പറയാം 2 is the only ഈവൻ പ്രൈം. ഓക്കെ, എന്താണ്, 2 ഒരൊറ്റ ഇരട്ട സംഖ്യ, ഇരട്ട അഭാജ്യ സംഖ്യയുള്ളൂ കേട്ടോ. ഇരട്ട സംഖ്യയിൽ അഭാജ്യ സംഖ്യയായിട്ട് വരുന്ന ഒരൊറ്റ സംഖ്യയുള്ളൂ, അത് 2 ആണ്. മറ്റൊരു ഇരട്ട സംഖ്യ എന്തല്ല, അഭാജ്യ സംഖ്യയല്ല. കാരണം ആ ഇരട്ട സംഖ്യകളുടെ, ആ ഈവൻ നമ്പേഴ്സിന്റെ എല്ലാ ഒരു ഫാക്ടറായിട്ട് എന്ത് വരും, 2 വരും. അപ്പോൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കൂടിയില്ലേ. അതുകൊണ്ട് ബാക്കി ഒരു ഇരട്ട സംഖ്യ അഭാജ്യ സംഖ്യ ആയിട്ട് വരില്ല. 2 മാത്രമാണ് അഭാജ്യ സംഖ്യ ആയിട്ടുള്ള ഒരു ഇരട്ട സംഖ്യ കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലായാലും, അഭാജ്യ സംഖ്യ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഭാജ്യ സംഖ്യ? ഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്, അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1 ഒഴികെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 ഒഴികെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, 1 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, 2 മുതൽ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പൊ 2 മുതൽ വരുന്ന എണ്ണൽ സംഖ്യകളിൽ, 2 മുതൽ വരുന്ന എണ്ണൽ സംഖ്യകളിൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നു. അതായത് അതേ സംഖ്യയും 1ഉം അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് വരുന്ന സംഖ്യകൾ, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അല്ലാത്ത സംഖ്യകളാണ് നമ്മൾ എന്ത് പറയാ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാ. അപ്പൊ അത് ഏതൊക്കെ ആയിരിക്കും വരിക, നമ്മളിപ്പോ നോക്കിയാൽ 2, 3 അഭാജ്യ സംഖ്യ ആയിരുന്നു. അപ്പൊ 4 ഭാജ്യ സംഖ്യയാണ്. അടുത്ത് 5 ഉണ്ടോ, ഇല്ല. 6, 8, 9, 10, 12, ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ് എന്ത്,
കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. ഇതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം 2 അതിൽ കൂടുതലോ ആയിരിക്കും കേട്ടോ. 2 അതിൽ കൂടുതലോ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് എന്തല്ല, ഒരു ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ അല്ല. കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് നമ്മൾ ഒന്നിനെ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ 2 മുതലുള്ള എണ്ണൽ സംഖ്യകളിൽ ഒന്ന് ഒഴിവാക്കിയിട്ടുള്ള എണ്ണൽ സംഖ്യയിൽ ഒന്ന് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 2ൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുക. 2 മുതലുള്ള എണ്ണൽ സംഖ്യകളിൽ നമുക്ക് എന്ത് പറയാം, ആ എണ്ണൽ സംഖ്യകളിൽ അഭാജ്യ സംഖ്യ അല്ലാത്ത സംഖ്യകളിൽ നമുക്ക് ഭാജ്യസംഖ്യകൾ എന്ന് പറയാം. ഇനി ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു 2 മാത്രമാണ് ഒരു അഭാജ്യ സംഖ്യയായിട്ടുള്ള ഇരട്ട സംഖ്യ വരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ ഭാജ്യസംഖ്യകളിൽ 2 ഒഴികെയുള്ള ഇരട്ട സംഖ്യകളെല്ലാം ഭാജ്യസംഖ്യകളാണ് കേട്ടോ. 2 ഒഴികെയുള്ള ഇരട്ട സംഖ്യകളെല്ലാം ഭാജ്യസംഖ്യകളാണ്. 2 എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സ് എന്താണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഇവിടെ മനസ്സിലാക്കി വച്ചിരിക്കുക. ഇനി അടുത്ത് നമുക്കുള്ളത് എന്താണ്, ഇരട്ട സംഖ്യ. നമ്മൾ ഇത്രയും ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞില്ലേ, ആ ഇരട്ട സംഖ്യയാണ് നമുക്ക് ഇനി വരുന്നത്. സോ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 2n എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. അതായത് എന്നിന്റെ വില എന്താവണം, n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതായത് എണ്ണൽ സംഖ്യ ആയിരിക്കണം, കൗണ്ടിങ് നമ്പർ ആയിരിക്കണം. 2n എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ കൊടുക്കാം, എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3, 4, 5 ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് ഇരട്ട സംഖ്യ എന്ന് പറയുക. ഓക്കെ, ഈ ഇരട്ട സംഖ്യകൾ ഒരു ഇരട്ട സംഖ്യ ആയിട്ടില്ല, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ അടുത്ത ഇരട്ട സംഖ്യ ആവും, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ അടുത്ത ഇരട്ട സംഖ്യ ആവും. അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ 2 കൂട്ടുക, 2 ഗുണിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇരട്ട സംഖ്യകൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ 2n, അപ്പോൾ എന്നിന്റെ വില 1 ആണെങ്കിലോ, എന്നിന്റെ വില 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 2 × 1 2 എന്ന് കിട്ടും. അടുത്ത് എന്നിന്റെ വില 2 കൊടുത്താലോ 2 × 2 4 എന്ന് കിട്ടും. എന്നിന്റെ വില 3 കൊടുത്താലോ 2 × 3 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇതെല്ലാം എന്താണ്, ഇരട്ട സംഖ്യകളാണ് അല്ലെ. 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്നതെല്ലാം എന്താണ്, ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളാണെന്ന് നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലെ. നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന കേസാണ്. അപ്പോൾ 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഈവൻ നമ്പർ പ്ലസ് ഈവൻ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈവൻ നമ്പർ തന്നെ കിട്ടും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈവൻ നമ്പറിനെ കൂട്ടിയാൽ നമുക്ക് ഈവൻ നമ്പർ കിട്ടും, ഈവൻ നമ്പറുകൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈവൻ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, 2 ഈവൻ നമ്പറിൽ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഈവൻ നമ്പർ തന്നെ കിട്ടും, 2 ഈവൻ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 2 ഈവൻ നമ്പർ തന്നെ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കി വച്ചേക്കുക കേട്ടോ. ഇനി ഈവൻ നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്താലോ, കുറച്ചാലോ, ഈവൻ നമ്പേഴ്സ് തമ്മിൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈവൻ നമ്പർ തന്നെ കിട്ടും. ഈവൻ നമ്പേഴ്സ് തമ്മിൽ കുറച്ചാലും ഈവൻ നമ്പേഴ്സിന് കിട്ടും. പക്ഷെ ഈവൻ നമ്പേഴ്സിന് തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. കാരണം ഈവൻ നമ്പറും കിട്ടാം, ഓടും കിട്ടാം കേട്ടോ. ഇരട്ട സംഖ്യയും കിട്ടാം, ഒറ്റ സംഖ്യ കിട്ടാം. അപ്പോൾ ഡിവിഷനിൽ ഈ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ 6/2 6 നമ്മൾ 2 കൊണ്ടിരിക്കും. ഇത് 2 ഈവൻ അല്ലേ, ഇത് 2 ഈവൻ ആണ്. പക്ഷെ നമുക്ക് കോഷ്യന്റ് ഹരണഫലം എന്താ കിട്ടുക, 3 അല്ലേ കിട്ടുക, അതൊരു ഓഡ് നമ്പർ അല്ലേ. ഇനി 8/2 ആണ് ചെയ്യുന്നതെങ്കിലോ, 2 ഈവൻ ആണ്, 8 ഈവൻ ആണ്, 2 ഈവൻ ആണ്. സോ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്, 4 ആണ്, അത് ഈവൻ ആണ്. ഇവിടെ നോക്കൂ, 6/2 ചെയ്തപ്പോൾ 2 ഈവൻ ആയിരുന്നു, നമുക്ക് കിട്ടിയത് ഓടായിരുന്നു. ഇനി 8/2 ചെയ്തപ്പോൾ 2 ഈവൻ ആയിരുന്നു, കിട്ടിയത് എന്തായി, ഈവൻ ആയി. അങ്ങനെയെങ്കിൽ ഈ ഡിവിഷന്റെ കേസിൽ ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും നമുക്ക് എന്താണ്, ഇരട്ട സംഖ്യകൾ തമ്മിൽ ഈ ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എന്ത് ഇരട്ട സംഖ്യ തന്നെ കിട്ടും. ഹരിക്കുന്ന കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സംഖ്യയിലേക്ക് പോവാം. ഒറ്റ സംഖ്യകൾ. ഓക്കെ, ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം, ഓഡ് നമ്പേഴ്സിനെ പൊതുവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 2n + 1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. 2n + 1 എന്നാണ് ഓഡ് നമ്പേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 2n + 1 എന്ന് പറയാം, 2n - 1 എന്ന് പറയാം. 2n + or -1 എന്ന് ജനറലി 2n + or -1, 2n + 1 ആവാം, 2n - 1 ആവാം. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ എന്നിന്റെ വാല്യൂ എന്താണ്, എന്നിന്റെ വാല്യൂ നമുക്ക് 1, 2, 3, 4 എന്ന് പോകുന്ന എണ്ണൽ സംഖ്യകളാണ് വരിക. അപ്പൊ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ. ഒറ്റ സംഖ്യ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നതാണ് എന്ത്, ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. ഓഡ് നമ്പേഴ്സിന് 2n + or -1 ഈവൻ നമ്പേഴ്സിന് 2n ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് ഓഡ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, 2n + or -1 വേർ n = നാച്ചുറൽ നമ്പർ. റെപ്രസെന്റേഷൻ ഓഫ് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകളുടെ റെപ്രസെന്റേഷൻ എന്താണ്, 2n ആണ്, വേർ n is a നാച്ചുറൽ നമ്പർ കേട്ടോ.
അതുകൂടെ ശ്രദ്ധിച്ച് ഈ രണ്ട് ജനറൽ ഫോം എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് വച്ചേക്കുക. ഇനി രണ്ട് ഓഡ് നമ്പേഴ്സിന് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഓഡ് പ്ലസ് ഓഡ്. രണ്ട് ഓഡ് നമ്പേഴ്സിന് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ രണ്ട് ഓഡ് നമ്പേഴ്സിന് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഒരു ഈവൻ നമ്പർ ആയിരിക്കും കേട്ടോ. രണ്ട് ഓഡ് നമ്പേഴ്സിന് ആഡ് ചെയ്താൽ നമുക്കൊരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുക. ഇനി രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലോ? ഓഡിന്റെ ഓഡ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഓഡ് നമ്പർ തന്നെ കിട്ടും. രണ്ട് ഈവൻ ഓഡ് നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈവൻ നമ്പർ കിട്ടും. രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ കിട്ടും. പക്ഷേ രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? സോറി മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? അവിടെ ഓഡ് നമ്പറേ കിട്ടത്തുള്ളൂ കേട്ടോ. രണ്ട് ഓഡ് നമ്പേഴ്സ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുക. രണ്ട് ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. ഇനി രണ്ട് ഓഡ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഓഡ് നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ 9/3 നമുക്ക് എന്ത് കിട്ടുന്നു? 9/3 ചെയ്താൽ 3 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഒരു 15/5 എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ? അനദർ എക്സാമ്പിൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 21/7 എന്ത് കിട്ടും? അവിടെ 3 ആണ്. നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം 3 കിട്ടുന്നു അല്ലേ? അപ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് എന്തെടുക്കാം? റാൻഡം ആയിട്ട് എന്ത് വേണം എടുക്കാം? അപ്പോൾ 90 ഡിവൈഡ് ബൈ 90 ഈവൻ നമ്പറാണ്. 93 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 31 കിട്ടും അല്ലേ? സോ രണ്ട് ഓഡ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പർ തന്നെ കിട്ടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. രണ്ട് ഓഡ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പേഴ്സ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചെന്തൊക്കെയാണ്? അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പേഴ്സ് പഠിച്ചു. ഫാക്ടേഴ്സിന്റെ കേസ് വെച്ചിട്ട്, അതായത് അത് അതേ സംഖ്യ, ഒരു സംഖ്യയെ അതേ സംഖ്യ ഒന്നോ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുള്ളൂവെങ്കിൽ അതിനെന്ത് പറയും? അഭാജ്യ സംഖ്യ എന്ന് പറയും. ഒന്നൊരു അഭാജ്യ സംഖ്യയോ ഭാജ്യ സംഖ്യയോ അല്ല, പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ല അല്ലേ? അടുത്ത് വരുന്നത് ഭാജ്യ സംഖ്യയാണ്. അതായത് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകളാണ്, പക്ഷെ അതിൽ ഒന്ന് ഇൻക്ലൂഡ് ആവില്ല. സോ അതാണ് ഭാജ്യ സംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ. അടുത്ത ഇരട്ട സംഖ്യ എന്താണ്? നമുക്കറിയാവുന്ന കേസാണ്. എന്താണ്? 2, 4, 6, 8 എന്നിങ്ങനെ തുടങ്ങി പോകുന്നതാണ് ഇരട്ട സംഖ്യകൾ. അതിൽ 2n ആണ് അതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ. ഇനി ഒറ്റ സംഖ്യ എന്താണ്? 2n ± 1 ആണ്. ഇവിടെ ജനറൽ ഫോം, അതായത് 1, 3, 5, 7 എന്ന് പറഞ്ഞ് പോകുന്ന സംഖ്യകളാണെന്ത്? നമ്മുടെ ഒറ്റ സംഖ്യകളെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്പേഴ്സിന്റെ വരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോർഡ് മാസിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്പേഴ്സിലെ ബേസിക് ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ. ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ട് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്താണ് ടോട്ടൽ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ജനറലി പഠിക്കാനുള്ള കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.